മാവേലിക്കര മണ്ഡലത്തിൽ പോളിംഗിന്റെ ശതമാനക്കണക്ക് ഏകദേശം കൃത്യമായി പുറത്തുവന്നതോടെ മുന്നണികൾ സ്ഥാനാർത്ഥികൾക്ക് ലഭിക്കാവുന്ന വോട്ടിന്റെ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ്. ഭൂരിപക്ഷം വർദ്ധിക്കുമെന്ന് LDF അനുമാനിക്കുമ്പോൾ മണ്ഡലം തിരിച്ചുപിടിക്കുമെന്ന് UDFും അട്ടിമറി വിജയം നേടുമെന്ന് NDAയും പറയുന്നു. മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ പോൾ ചെയ്ത വോട്ടിന്റെ കണക്കെടുപ്പ് ആരംഭിച്ചിരിക്കുകയാണ് മുന്നണികൾ. ഗ്രാമപഞ്ചായത്തുകൾ തിരിച്ചും ബൂത്തുകൾ തിരിച്ചുമുള്ള കണക്കുകൾ മുന്നണികൾ തയ്യാറാക്കി കഴിഞ്ഞു. മികച്ച ഭൂരിപക്ഷത്തോടെയുള്ള വിജയമാണ് LDF UDF നേതാക്കൾ അവകാശപ്പെടുന്നത്. കഴിഞ്ഞ തവണത്തേക്കാൾ മികച്ച വിജയം LDF സ്ഥാനാർത്ഥി MS അരുൺകുമാറിന് ലഭിക്കുമെന്നാണ് CPM നേതാക്കൾ പറയുന്നത്. 15,000-നും 25,000-നും ഇടയിലുള്ള വോട്ടുകളുടെ ഭൂരിപക്ഷം ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതേസമയം BJP UDFിന് അനുകൂലമായി വോട്ട് ചെയ്തു എന്ന സൂചന പലയിടത്തു നിന്നും ലഭിച്ചിട്ടുണ്ടെന്നും LDF നേതാക്കൾ പറയുന്നുണ്ട്. UDF സ്ഥാനാർത്ഥി 5,000-ഓളം വോട്ടുകളുടെയെങ്കിലും ഭൂരിപക്ഷത്തിൽ വിജയിക്കുമെന്നാണ് UDF നേതാക്കൾ കണക്കുകൂട്ടുന്നത്. പ്രചരണത്തിൽ UDFിന് വലിയ മുന്നേറ്റം ഉണ്ടായെന്നും സ്ഥാനാർത്ഥിയുടെ സ്വീകാര്യതയും ഭൂരിപക്ഷം വർദ്ധിപ്പിക്കുന്ന രീതിയിലുള്ളതായിരുന്നുവെന്നും നേതാക്കൾ പറയുന്നു. NDA മികച്ച വിജയം മാവേലിക്കര നിയമസഭാ നിയോജക മണ്ഡലത്തിൽ നേടുമെന്നാണ് NDA നേതാക്കൾ പറയുന്നത്. ഇടത് വലത് വോട്ടുകൾ BJPക്ക് അനുകൂലമായി ലഭിച്ചിട്ടുണ്ടെന്നാണ് വിലയിരുത്തുന്നതെന്നും NDA നേതാക്കൾ പറഞ്ഞു. മാവേലിക്കരയിൽ അട്ടിമറി വിജയത്തിനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല എന്നും NDA നേതാക്കൾ പറയുന്നു. CDNet ന്യൂസ്, മാവേലിക്കര.